നബി വാക്യം. നിങ്ങളുടെ കൂട്ടത്തിൽ ഏറ്റവും മോശപ്പെട്ടവർ ആരാണെന്ന് ഞാൻ അറിയിച്ചു തരട്ടെ? ശിഷ്യന്മാർ പറഞ്ഞു, അറിയിച്ചു തന്നാലും ദൈവദൂതരെ. അപ്പോൾ നബി പറഞ്ഞു, നിരന്തരം ഏഷണിയുമായി നടക്കുന്നവരാണവർ. സ്നേഹിതർക്കിടയിൽ കുഴപ്പമുണ്ടാക്കുകയും നിരപരാധികളായവരുടെ നാശം കൊതിക്കുകയും ചെയ്യുന്നവരാണവർ. ഏഷണിയുടെ അതിമോശമായ രൂപമാണ് ഭാര്യാഭർത്താക്കന്മാരെ തമ്മിൽ തല്ലുകൂടാനും അവർ തമ്മിലുള്ള ബന്ധം വഷളാക്കാനും നടത്തുന്ന ചതിപ്രയോഗങ്ങൾ. അതേപോലെ ചില ഉദ്യോഗസ്ഥരും ജോലിക്കാരും തങ്ങളുടെ സഹപ്രവർത്തകരെ വെട്ടിവീഴ്ത്താനും ഉപദ്രവിക്കുവാനുമായിട്ട് ഏഷണിയും പരദൂഷണങ്ങളുമായിട്ട് മാനേജറെയോ അല്ലെങ്കിൽ കാര്യസ്ഥന്മാരെയോ ഒക്കെ സമീപിക്കുന്നത് കാണാറുണ്ടല്ലോ. ഇതെല്ലാം ഇസ്ലാം കർശനമായി നിരോധിച്ചിട്ടുള്ളതാണ്. നാവ് കൊണ്ട് മനുഷ്യൻ ചെയ്തു കൂട്ടുന്ന മഹാപാപങ്ങളിൽ ഒന്നാണ് ഏഷണി. വ്യക്തിബന്ധങ്ങൾ തകർക്കാനും കുടുംബങ്ങൾക്കിടയിൽ ഛിദ്രതയുണ്ടാക്കാനും സമൂഹത്തിൽ കുഴപ്പങ്ങൾ സൃഷ്ടിക്കാനും ഏഷണിയോളം പോന്ന മറ്റൊരു ആയുധവുമില്ല. ഇത്തരം സ്വഭാവങ്ങളുമായി നടക്കുന്നവരുടെ വർത്തമാനങ്ങൾ സ്വീകരിച്ചു പോകരുതെന്ന് വിശുദ്ധ ഖുർആൻ വ്യക്തമായി മുന്നറിയിപ്പ് നൽകുന്നുണ്ട്. ഹേ വിശ്വാസികളെ, ദുർമാർഗിയായ ഒരാൾ നിങ്ങളുടെ അടുക്കൽ വല്ല വൃത്താന്തവും അല്ലെങ്കിൽ വല്ല വാർത്തയും കൊണ്ടുവന്നാൽ നിങ്ങളതിനെപ്പറ്റി വ്യക്തമായി അന്വേഷിക്കണം. അല്ലാത്ത പക്ഷം അറിവില്ലാതെ മറ്റുള്ളവർക്ക് നിങ്ങൾ ആപത്തുണ്ടാക്കുകയും എന്നിട്ട് പിന്നീട് അതിൻ്റെ പേരിൽ ഖേദിക്കേണ്ടി വരികയും ചെയ്യും. അൽ ഹുജറാത്ത് അധ്യായത്തിലെ 6-ാമത്തെ സൂക്തം ആണത്.